റിയൽ ടേസ്റ്റിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ എന്നും വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് കുറച്ച് നാടൻ വിഭവങ്ങൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചൈനീസ് വിഭവം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മേഴ്സി ചേച്ചി തന്നെയാണ് നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മോമോസാണ്. പലർക്കും ഇന്ന് അത് ഉണ്ടാക്കാൻ ഒരു ചെറിയ സംശയങ്ങളുണ്ട്. അതിന്ന് മൊത്തം സംശയങ്ങൾ നമുക്കിന്ന് മേഴ്സി ചേച്ചി നമുക്ക് ക്ലിയർ ചെയ്ത് തരും. വളരെ വ്യത്യസ്തമായ രുചികൾ പുള്ളിക്കാരുടേതായിട്ടുള്ള തനതായ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇതും തികച്ചും ടേസ്റ്റി ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മോമോസിലേക്ക് കിടക്കാം. ചേച്ചി എങ്ങനെ പോകുന്നു? സുഖം. പാചകമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഇപ്പം അന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ചേച്ചി ചെയ്തു തരാൻ പോകുന്നത്, മോമോസ് അല്ലേ? അതെ, സമ്മതിച്ചിരിക്കുന്നു. ചൈനീസ് എന്നില്ല, നാടനില്ല, എല്ലാ വിഭവവും ട്രൈ ചെയ്തു. ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി എങ്ങനെയാ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് പറയാമോ? ഇത് നമ്മളിപ്പോൾ ഇത് ബീഫും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. എനിക്കിന്നിപ്പം ഇവിടെ ബീഫായിരുന്നു ഉണ്ടായിരുന്നത്, ബീഫാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം നമുക്ക്. അതാണ് ഈ വെജിറ്റബിൾസ് ആണ് എടുത്തേക്കുന്നത്. സവാള, ക്യാബേജ്, ഒരു സവാള, ക്യാബേജിന്റെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മളിൽ നിന്ന്, കാരണം ഇതിനൊരു പ്രത്യേക അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ക്യാബേജിന്റെ ഒരു ഏകദേശം ഒരു ചെറിയൊരു പോർഷൻ, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 6 വെളുത്തുള്ളി വരുന്നത്. അതെ, ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളക്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന റിഫൈൻഡ് ഓയിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് റിഫൈൻഡ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് എടുത്ത നെയ്യ്. അതെ അതെ. അപ്പോൾ നെയ്ക്കകത്തുണ്ടാക്കിയാലും മതി. നെയ്ക്കകത്തുണ്ടാകുന്ന കുറച്ചും കൂടെ ടേസ്റ്റ് നെയ്യിലുണ്ടാക്കുന്നതാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇല്ല. അതെന്താ അതിന്റെ ഒരു പ്രശ്നം എന്താ? ഇത് ചൈനീസ് ഐറ്റംസ് ഒക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറില്ലല്ലോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നെയ്യ് ഒഴിച്ചത് നമ്മുടെ ആവശ്യത്തിനാണ്. ഒരു ടേബിൾ സ്പൂൺ. ഇതിപ്പം ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എണ്ണ. ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടാൽ മതി, കാരണം ഞാൻ എല്ലാം കാണാനായിട്ടാണ് വേറെ വേറെ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ ഇതുവരെ ചിക്കൻ മോമോസേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നാണ് ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് മോമോസ് കഴിക്കാൻ പോകും. ഇത് നന്നായിട്ട് വഴട്ടെന്ന് വെച്ചാൽ അത് ഒത്തിരി അങ്ങ് ബ്രൗൺ അങ്ങനെയൊന്നും ആവണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. മോമോസ് കഴിക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ കടിക്കരുത്, പച്ച കടിക്കരുത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്നതാണ്. എന്നാൽ പോലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പച്ച ചവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വഴറ്റിയെടുക്കും. എല്ലാവരും ഇതിങ്ങനെ വഴറ്റാറില്ല. ചിലരിത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കുക്കറിനകത്തിട്ടൊന്ന് ആവിയേറ്റിങ്ങെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതെ. അപ്പോൾ ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ്, അത് നമ്മൾ എത്ര വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതനുസരിച്ചാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എടുത്തത്. ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഫ്രഷ് ചെയ്തെടുത്തു. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഒന്ന് കുരുമുളക് പൊടി ചേർക്കും, അര ടീസ്പൂൺ. അതെ. ഉപ്പ് പിന്നെ പാകത്തിന്. ഈ ചൈനീസ് വിഭവങ്ങൾ പൊതുവെ കുരുമുളക് ഒക്കെ മാത്രമല്ല, അവർ കൂടുതൽ സ്പൈസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഏകദേശം ഈ ഒരു പരുവം പോരാ, നന്നായിട്ട് വഴലണ്ട. ആ പച്ച മണം അങ്ങ് മാറണം, അത്രേ ഉള്ളൂ. ഇനി ശാല ഉപ്പും കൂടെ ഇടാം. ഉപ്പ് നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് മസാല ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇറച്ചി കുരുമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചതാണ്. ശരി. ഇതിപ്പം ചെയ്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമാണെന്ന് തോന്നില്ലേ മോമോസ് ഉണ്ടാക്കാൻ? ഉണ്ടാക്കാൻ ഈസിയാണ്.
ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോളിഫ്ലവർ അങ്ങനെ കോളിഫ്ലവറൊക്കെ ആവശ്യം അങ്ങനെ എല്ലാം ചേർക്കാറുണ്ട്. വെജിറ്റബിൾ മോമോസ് എന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ കോളിഫ്ലവർ, നമ്മുടെ ഗ്രീൻ പീസ്, മട്ടർ അതൊക്കെ ആഡ് ചെയ്യാം. ചിക്കനും മട്ടണും എല്ലാം സെയിം ഇതേ പ്രൊസീജിയർ? ഇതേ പ്രൊസീജിയർ. ഞാൻ ഈ ബീഫും കൂടി ഇതിനകത്ത് തട്ടിയിടുക. ശരി. ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളമായി മാറണം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഇറച്ചി നമ്മളിത് വേവിച്ച് വെള്ളമില്ലാതെടുത്ത് മിക്സിയിൽ ക്രഷ് ചെയ്ത് കുറച്ച് വെച്ച് തരണം. ശകലം. ഇതിനകത്തോട്ട് നമ്മൾ ശകലം സോയാ സോസ്. സോയാ സോസ് ഓപ്ഷനല്ല, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എന്നാലും ചൈനീസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സോയാ സോസ് ഒക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. വളരെ കുറച്ച് മതിയല്ലോ? വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂണോളം വരുമായിരിക്കും അല്ലേ? ഇനി ഇത് എത്ര നേരം വഴറ്റേണ്ടി വരും? മതി, കഴിഞ്ഞു. അപ്പോൾ ആ സോസിൻ്റെ മണം, പച്ചമണം മാറണം. അത്രേ ഉള്ളൂ. കഴിഞ്ഞത് ലാസ്റ്റിലാണ് അത് ഒഴിക്കുന്നത്, സോയാ സോസ്. ഓക്കെ. ഇത് ഒഴിച്ച് നമ്മൾ തീ ഓഫ് ചെയ്യുക ചെയ്യുന്നത്. ഇത് നമുക്ക് ചൂടാറിയിട്ട് വേണ്ടേ? അല്ലെ 2 മിനിറ്റ് ഒന്ന് തണുക്കണം. വേറെ എന്തൊക്കെ ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കും? നൂഡിൽസ് ഉണ്ടാക്കും, ചിക്കൻ നൂഡിൽസ്. ഓക്കെ. പാസ്തയൊക്കെ? പാസ്ത ഉണ്ടാക്കി. പാസ്തയിൽ വൈറ്റ് സോസ് ഒക്കെ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ചേച്ചി ചെയ്യാറുണ്ടോ? തന്നെ ചെയ്തിട്ടില്ല ഇതുവരെ. ചിക്കൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കും. ഓ, അത് ശരി. അപ്പോൾ വീണ്ടും വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മാവ് കുഴച്ച് വെക്കണം. മൈദയാണ് നമ്മൾ എടുക്കുന്നത്. മൈദ ഉപ്പും ചേർത്ത് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ പരത്തി വെച്ചേക്കോ. ഇത് അത്യാവശ്യം ഒരു നോർമൽ ചപ്പാത്തിയുടെ പരുവത്തിന് പരത്തി അതിനകത്ത് ഫില്ല് ചെയ്ത് ഇഡലിപ്പാത്രത്തിൽ വെച്ച് വേവിച്ചാണ് ഇത് എടുക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മാവിന്റെ ഒരു പരുവം നമ്മൾ ചപ്പാത്തി ഒത്തിരി ലൂസായി പോകരുത്, എന്നാൽ ടൈറ്റും ആവരുത്. കാരണം നമ്മൾ ഈസി ആയിട്ട് പരത്താനുള്ള രീതിയിൽ ആയിരിക്കണം. ഇതിന്റെ ഫില്ലിങ് വെച്ച് കഴിയുമ്പം ഇത് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി ഇരിക്കുന്ന രീതിയിൽ ആക്കി എടുക്കാൻ പറ്റണം. ആ രീതിയിൽ മാവ് പ്രിപ്പയർ ചെയ്യണം. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടാണ് ചേച്ചി? ഉപ്പ് മാത്രം. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. ചേച്ചി ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്ത് 2 മിനിറ്റോളം ഇരുന്ന് തണുത്തതല്ലേ? ആ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം. ഫോൾഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ടെക്നിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ സൈഡിൽ നിന്ന് മടക്കിയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ലെയർ ഇങ്ങനെ. ഓക്കെ. അപ്പോൾ അത് ക്ലോസ് ആയിട്ടിരുന്നോളൂ? ക്ലോസ് ആയിട്ടൊന്നും പോകത്തില്ല. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തത് വെച്ചിട്ട് നമുക്ക് എത്ര മോമോസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും? അത് ചെറുതും വലിപ്പം അനുസരിച്ച് വലുതുണ്ടാക്കുകയാണെന്ന് ഇതിപ്പോൾ നമുക്കൊരു 10-15 എണ്ണത്തോളം ഉണ്ടാക്കാം. ഓക്കെ. ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതെ. ഇത് ആവി കയറ്റണം. അത് എത്ര നേരം നമ്മൾ വെക്കേണ്ടി വരും? ഒരു 15-20 മിനിറ്റ്. ഈ മൈദയുടെ ഇത് വേവണ്ടേ? അകത്ത് ഓൾറെഡി നമ്മളത് വേവിച്ചതാണല്ലോ. അപ്പം ഈ മൈദ വേവുന്നിടത്ത് വരെ ഒരു 15-20 മിനിറ്റ്. നമ്മൾ നേരത്തെ ഇതിങ്ങനെ പരത്തി വെച്ചിരുന്നതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ഹോട്ടൽ വന്നു. നമ്മൾ അന്നേരം പരത്തിയാണ് ഇത് എടുക്കുന്നത്.
അപ്പം നേരത്തെ പരത്തി വെക്കാതെ അന്നേരം ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പമായി, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മാവ് ഒട്ടാനുള്ള സാധ്യത കൂടും. ഒട്ടാതിരിക്കാൻ നമ്മൾ അതിൻ്റെ മേൽശാലം പൊടി വിതറിയിരുന്ന മൈദയുടെ പൊടി വിതറിയിരുന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ പരത്തുമ്പോൾ പരത്തി നമ്മൾ റൗണ്ടിൽ എടുത്ത് കഴിയുമ്പോൾ മൈദയുടെ പൊടി വിതറിയിട്ട് നിരത്തി ഇട്ടിരുന്നാൽ മതി എന്നുള്ളത്. ഒത്തിരി നേരമൊക്കെ വെച്ചിരുന്നാൽ അത് ഉണങ്ങിപ്പോവും, മൈദ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അന്നേരം പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഫ്രൈഡ് മോമോസ് ഉണ്ടോ? ഫ്രൈഡ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടെന്ന് ഫ്രൈഡ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈഡ് മോമോസ് പ്രതീക്ഷിക്കാം. ട്രൈ ചെയ്യണം. ഞാനിതൊക്കെ ഭയങ്കര പാടാണെന്ന് വിചാരിച്ചു. അതെ, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്നാക്സ് ആണെന്നാണ് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വളരെ സിമ്പിളായിട്ടത് നമുക്കിത് വെജിറ്റബിൾസ് വെച്ചിട്ട് സാധാരണക്കാർക്ക് ഏത് മീറ്റ് വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണല്ലേ? ഇതിന്റെ അകത്തുള്ള വെജിറ്റബിൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ വെജിറ്റബിൾ കഴിച്ചോളൂ. ഒരു ഹെൽത്തി സ്നാക്കാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു രീതിയിലൊക്കെ അവർ ഉണ്ടാക്കി കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. കാരണം ഇവർ ഈ കടയിൽ നിന്നൊക്കെ ഇതിൽ നമ്മൾ കൂടുതലും വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. പിന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫോൾഡിങ് ഒക്കെ വരുന്ന കാണുമ്പോൾ തന്നെ പിള്ളേർക്കൊരു രസമാണ്. അത് ഒരു പുതിയൊരു ഐറ്റം അവർക്ക് മുന്നിൽ ചെല്ലുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കിയത് കൊടുക്കാനായിട്ട് പറ്റുമ്പോൾ പിള്ളേർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ഒരു ഹെൽത്തി ഫുഡാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും വെജിറ്റബിൾസും പിന്നെ മീറ്റും എല്ലാം ഇതിനകത്ത് ചേരുന്നതല്ലേ. നമ്മൾ വേറെ നല്ല ഇഷ്ടപ്പെടുന്ന ഫുഡാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ. ഇതിൽ നമ്മളിത് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ? ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ട്, മയോണൈസ് ഉണ്ട്. നമുക്കത് ഏതിൻ്റെയും കൂടെ കഴിക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ പിന്നെ മയോണൈസിൻ്റെ കൂടെ മസ്റ്റാണ്. ഓക്കെ ഓക്കെ, മസ്റ്റാണല്ലേ. അതും ചേച്ചി തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാറില്ലേ മയോണൈസ്? അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? മുട്ടയുടെ വെള്ള മാത്രം എടുക്കും. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട്, അത് ഗാർലിക് സോസ് ആണോ ഉദ്ദേശിക്കുന്നത്? മയോണൈസ് വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് മയോണൈസിൽ. വെളുത്തുള്ളി മാത്രമേ ചേർക്കാറ്? വെളുത്തുള്ളി ഞാൻ എല്ലാവരും വിനാഗിരി ചേർക്കും, ഞാൻ വിനാഗിരി ചേർക്കാറില്ല. ഞാൻ വിനാഗിരിക്ക് പകരം നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കും. നാരങ്ങാ നീര് ശകലം ഉപ്പും കൂടി ഇട്ട് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് റിഫൈൻഡ് ഓയിലാണ് അതിനും ചേർക്കുന്നത്. വീട്ടിൽ അങ്ങനെ തന്നെ ചേച്ചി പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അതെ. ഇത് നമുക്ക് മൈദയിലല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലോറിൽ ആട്ടയിലും ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ മൈദയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. മൈദയാണ്. പിന്നെ അതിൽ ചെയ്തെടുക്കാം. മൈദ ഇഷ്ടമല്ലാത്തവർക്ക് ആട്ടയിലും ചെയ്തെടുക്കാം. ഓക്കെ. നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഇലയപ്പവും പോലെ മൈദയിൽ ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വീണ്ടും ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഇതിനകത്ത് ഇപ്പം ചൈനീസിൻ്റെ സോസ് ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ സോസ് ഒഴിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കുത്തലോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതിന് വേണ്ടി എടുത്ത് ഒഴിക്കുന്നില്ലല്ലോ. ജസ്റ്റ് മണത്തിന് വേണ്ടിയിട്ട് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞ ഓപ്ഷനിലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. എല്ലാവരും ഒഴിക്കാറില്ല. പകരമായിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും? ഇല്ല, ഗരം മസാല മാത്രം ചേർക്കുന്നുള്ളൂ. ഗരം മസാല ചേർക്കുന്നു? ഗരം മസാല ഇല്ല, കുരുമുളകും ഉപ്പും മാത്രം. ചേച്ചി, അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിത് വെക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നമ്മുടെ ഇഡലിത്തട്ടിൽ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ആണ് ചേച്ചി വെച്ചേക്കുന്നത് അല്ലേ? അതെ അതെ. ഇതിനകത്ത് നമുക്ക് ഒന്നുകൊണ്ട് ടച്ച് ആവാതെ ഇത്ര ഇട്ടെണ്ണം മാത്രമല്ല, കുഞ്ഞിതാണെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് വെക്കാം. അപ്പം 4 വെക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേല്ല നമ്മൾ കീഴ്ത്തലുള്ള മറ്റേ ഇതുണ്ടല്ലോ ആവി വരുന്നത്, അതിനകത്താണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കാം. ഒരു ട്രിപ്പിന് 10-15 ഒക്കെ ഒന്നിച്ചുണ്ടാക്കാം ഒരു പ്രാവശ്യം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണ തടവിയിട്ടുണ്ട്. പൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് ശകലം എണ്ണ അടച്ചു വയ്ക്കാം. ഓക്കെ. ഇനി ഒരു 15 മിനിറ്റ് നമ്മളിപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണം അല്ലേ? അതെ. കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടിയില്ല. പക്ഷെ അതാ വന്നു വീണ്ടും കറിവേപ്പില. എങ്ങനെയോ അബദ്ധത്തിൽ വന്നു പോയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാവിൻ്റെ അകത്ത് കുറച്ചുകൂടെ ആണെങ്കിൽ ഒരു 4 എണ്ണത്തിനും കൂടെ ഫില്ല് ചെയ്യാനുള്ളതല്ലേ? അത് വലുത് നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ചെറുത്. അല്ല, ഇപ്പോൾ വലുത് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ എപ്പോഴും ചെറുതല്ലേ നല്ലത്. അല്ലെങ്കിൽ കഴിച്ച് പൊട്ടിച്ച് താഴെയൊക്കെ വീണ് കുഞ്ഞതായിട്ട് കഴിക്കുമ്പോൾ അവർക്ക് നല്ലത്. അതുകൊണ്ട് അല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിൽ നമുക്ക് 4-5.
എന്നാൽ ഇതിനൊരു പ്രത്യേകമാണോ എനിക്ക് തോന്നുന്നു ആ സോസിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മൾ ശകലമെങ്കിലും ചൈനീസ് ഐറ്റം ആഡ് ചെയ്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ്, അതിൻ്റെ ഒരു മണം വരത്തില്ല ചൈനീസ് ഫുഡിൻ്റെ. അതെ അതെ അതെ. അത് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ചൈനീസ് ഫ്രൈഡ് ആ ഒരു രീതിയിൽ ചൈനീസ് ഫ്രൈഡ് റൈസിനകത്തും ആഡ് ചെയ്യാറുണ്ടല്ലോ എപ്പോഴും സോയാ സോസ്. അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ അറിയാതെ ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കും. അതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഫ്രൈഡ് റൈസ് അതൊക്കെ ഉണ്ടാക്കും. അതെങ്ങനെയാണ് ചേച്ചി, വെജ് ആണോ കൂടുതൽ ഉണ്ടാക്കുന്നത്? ചേച്ചിക്ക് എങ്ങനെയാണ് പൊതുവെ, വെജിറ്റേറിയൻ ആണോ? ഞാൻ നോൺ വെജാണ്. ഇത് ഉണ്ടാക്കാൻ താല്പര്യം എനിക്ക് നോൺ വെജ് ഉണ്ടാക്കാനത് കൂടുതൽ താല്പര്യം. കാരണം പിള്ളേർക്കൊക്കെ ആണെങ്കിലും നോൺ വെജ് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ കൂടെ വെജ് മാത്രമാണെങ്കിൽ അവർ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം നോൺ വെജ് തന്നെയല്ലേ ഇത്. നമ്മുടെ കേരളീയൻസിൻ്റെ പ്രത്യേക. അതെ തീർച്ചയായിട്ടും. നമുക്ക് മീനില്ലാതെ ഒരു പരിപാടി, മീൻ ഇറച്ചിയില്ലാതെ. മീനും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും? അറിയില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടില്ല. ചേച്ചി അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കുക്കായി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ തുറക്കാം നമുക്ക്. ഞാൻ റെഡിയാണ്. ഓക്കെ ഓക്കെ. പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലേ. അതാ കറക്റ്റ്, ഒരു പൊട്ടൽ പോലും വീഴാതെ. ശരിക്കും നമ്മുടെ കുഴക്കട്ടയുടെ ഒരു വകുപ്പേത അല്ലേ? മൈദയാണെന്നേ ഉള്ളൂ, വെജിറ്റബിൾസ് വെച്ച കുഴക്കട്ടയുടെ ഒരു വകുപ്പ്. അപ്പോൾ ഇതാ പ്രേക്ഷകരെ, നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മേടിച്ച് ഇഷ്ടപ്പെടും. ചേച്ചിയുടെ എന്തോ കലാപരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ചട്നി, ഇത് മയോണൈസ്. ഓക്കെ. അപ്പം ടേസ്റ്റ് ചെയ്തോ. നല്ല ചൂടുണ്ട്, കണ്ടിട്ടെടുത്ത് വിഴുങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ ചൂട് എടുത്ത് തിന്നാൻ പറ്റത്തില്ല. ഒന്ന് തണുത്തിട്ട് വേണം എനിക്കിതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാ പ്രേക്ഷകരെ, കൺട്രോളും മോമോസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ട് മോമോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു പിടുത്തം പിടിക്കണം. എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത ഒരു സ്പൂൺ എന്തെങ്കിലും തരാമോ ചേച്ചി? എനിക്കല്ലാതെ ഇത്രയും ചൂട്. കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും കൂടെ എടുത്തിട്ട് നമുക്ക് ഞാൻ പൊക്കിക്കൊണ്ടങ്ങ് പോട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട്. മോമോസ് ഞാൻ വെറുതെ പറഞ്ഞല്ല, ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ്. അത്ര സോഫ്റ്റുമായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. നമ്മളത് ആ മുറിക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുകയും വേണം. വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാം. ഇതൊരു വലിയ സമയമൊന്നും വേണ്ട. ജസ്റ്റ് മൈദ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പരത്ത്, ബീഫോ ഏത് വേണമെങ്കിലും വെജിറ്റബിൾസ് വെച്ചിട്ടോ നമുക്കിതൊക്കെ ഉള്ളി വഴറ്റി അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് ജസ്റ്റ് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി. എണ്ണയോ ഒന്നുമില്ല, ഇതിനകത്ത് നമ്മൾ നെയ്യാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണിത്. റിഫൈൻഡ് ഓയിൽ ചെയ്യുന്നതാണ് നല്ലത്. റിഫൈൻഡ് ഓയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് നെയ്യുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റീം ചെയ്തപ്പോൾ എനിക്ക് തോന്നാൻ നെയ്യല്ല ഈ ഇതിലൊക്കെ വന്ന് നന്നായിട്ട് അങ്ങ് അബ്സോർബായി. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഈ ഒരു ലെയറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുകയല്ല, ചെയ്യണം. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. കാരണം ഇതിനകത്ത് വേറെ ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്തൊരു സാധനമാണ്. നിങ്ങൾ ചെയ്ത് കൊടുക്കുക, പിള്ളേർ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ചേച്ചി ഇത് മൊത്തം ഞാൻ കൊണ്ടുപോട്ടോ? കുഴപ്പമൊന്നുമില്ല. ചോദിക്കുന്നത് കൊണ്ടുപോട്ടോ എന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ ഈ ഒരു വെറൈറ്റി ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതിലും രുചികരമായ ഒരു ഭക്ഷണവുമായി വീണ്ടും കാണാം. വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഡിഷായിട്ട് വീണ്ടും കാണാം. അതുവരെ see you, bye bye.